അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് പ്രമാണിച്ച് സ്മിത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ട്രയൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ കാണിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ഒരൊറ്റ ഓർഡർ ചെയ്ത കാര്യങ്ങളല്ല. കാരണം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരൊറ്റ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇത് 2 ഓർഡറായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 10 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓർഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 16 ട്രയൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് ഓർഡർ ചെയ്യാം. 10 ട്രയൽ പോയിന്റ്സ് എന്തോ 200 സംതിങ്ങും 16 ട്രയൽ പോയിന്റ്സ് എന്തോ 300 സംതിങ്ങും ആണ്. അപ്പോൾ അങ്ങനെ 2 തവണ ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു തവണ 200 സംതിങ്ങിന് 10 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടും ഒരു തവണ 300 സംതിങ്ങിന് 16 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടും അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഞാൻ ഇതിനകത്ത് വാങ്ങിയ ഫുൾ സൈസ് പ്രൊഡക്റ്റാണ്. ഞാൻ ആകെ ഫുൾ സൈസ് പ്രൊഡക്റ്റ് ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് ട്രയൽ പ്രൊഡക്ട്സ് നമുക്ക് കുഞ്ഞു ഓരോ ബ്രാൻഡ്സിൻ്റെ കുഞ്ഞു സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ആപ്പ്. അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫുൾ സൈസ് പ്രൊഡക്ട്സ് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് ഫുൾ സൈസ് പ്രൊഡക്ട്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് ആവും. ഫസ്റ്റ് ഞാൻ വാങ്ങിക്കുന്നത് പറഞ്ഞാൽ ഇഡർമക്കോടെ 2% സാലിസിലിക് ആസിഡ് ഫേസറാണ്. അപ്പോൾ ഇതൊരു ഫുൾ സൈസ് പ്രൊഡക്റ്റാണ്. ഇത് 30 ml ഉണ്ട്. ഇതിന് നല്ല എനിക്ക് തോന്നുന്നു 6 ട്രയൽ പോയിന്റ്സ്, ഈ ട്രയൽ പോയിന്റ്സ് വാങ്ങാൻ ഇതിന് മാത്രമായി. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ട്രയൽ പോയിന്റ്സിന്റെ ഭൂരിഭാഗം ഇതിനകത്തോട്ട് തന്നെ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന്. അപ്പോൾ ഞാൻ ആകെ വാങ്ങിയ ഫുൾ സൈസ് പ്രൊഡക്റ്റ് ഇത് മാത്രമാണ്. നോക്കി വെച്ചു. ഇത് നല്ലതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വഗാറ്റ്സോ അങ്ങനെ എന്തോ വഗറ്റ്സ് ഹെർബൽ ഗ്രാമോദയ അതിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ്. അതിന് ഒരു ട്രയൽ പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വോയിറ്റർ, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ്, അതിൻ്റെ ഡീപ് പിഗ്മെന്റേഷൻ ആൻറ്റി സ്പോട്ട് ഫേസറാണ്. ഇത് നോട്ടാ പീക്ക് സാധനമായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ക്യൂരിയോസിറ്റി ആയിട്ടുണ്ട്. ഇത്ര ഒരു കുഞ്ഞി സാധനമാണ്. ഇതിനെത്രയായിരുന്നു എൻ്റെ വിശ്വാസം 2 ട്രയൽ പോയിന്റ്സ് ആയിരുന്നു എന്നാണ്. ഞാൻ എന്തായാലും 1 or 2 ട്രയൽ പോയിന്റ്സ് അതിന് മുകളിലോട്ട് പോയിട്ടില്ല എന്തായാലും. പിന്നെ ഞാൻ വാങ്ങിയ സാധനമാണ് ഇത്. ഡിസ്ക്രിപ്ഷനിൽ എന്തോ ഇത് അത് 0.5 grams ആണ് പ്രൊഡക്റ്റ് ഉള്ളൂ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് 2 ഓർഡർ ചെയ്തു, 2 വേറെ ഷെയ്ഡിൽ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയതാണ്. ഇത് ടിൻ്റെ ലക്സ് ടിൻ്റെ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ പിങ്കും ബ്രൗൺ ഓർഡർ ചെയ്തു. പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് അത്യാവശ്യം വലിയൊരു ഫുൾ സൈസ് പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അകത്താണെങ്കിലും സാധാരണ ലിപ് ബാമിലുള്ള അത്രയും പ്രൊഡക്റ്റ് തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ സജസ്റ്റ് ഐ മീൻ നല്ലൊരു ടിൻ്റെ ക്ലിപ്പ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരുന്നു, ഇത് ബയോ ഓർഗാനിക്കിൻ്റെ അലോവേര ഫേസ് ജെൽ. ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രയൽ പ്രൊഡക്ട്സ് കൊടുത്ത് വാങ്ങുമല്ലോ. അപ്പോൾ നമുക്കൊരു വിഷമം വരും, ഇങ്ങനെ ഇതിനൊക്കെ ഇത്രയും ട്രയൽ പ്രൊഡക്ട്സ് കൊടുത്തിട്ട് നോട്ടാപ്പിക്ക് സാധനമല്ല കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സാധനം വാങ്ങുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം എമൗണ്ട് ഉണ്ടല്ലോ. ഇത് എത്ര ഗ്രാം ഉണ്ട്, 50 മില്ലി ഉണ്ട്. അപ്പോൾ അത് അത്രയും കൂടുതൽ കിട്ടുന്ന നമുക്ക് സന്തോഷം. അതിന് വേണ്ടി വാങ്ങിക്കാൻ ഇതിന് ഒരു ട്രയൽ പോയിന്റ് 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻഡസ് വാലിയുടെ ബൃങ്കരാജിൻ്റെയും അതുപോലെ തന്നെ ഹിബിസ്കസിൻ്റെയും പൊടി വാങ്ങിയിട്ടുണ്ട് പൗഡർ. ഇതിൽ രണ്ടിനും ഒരു ട്രയൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് പോയിന്റ് വെച്ചിട്ട് കണ്ടേ. പിന്നെ സെറാവയുടെ SA സ്മൂത്തിങ് ക്ലെൻസറിൻ്റെ ഒരു നോട്ടാപ്പീക്കിരി സാമ്പിൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലവ് ആൻഡ് കോടെ ബോഡി മിസ്റ്റിൻ്റെ 220 ml ട്രയൽ പ്രൊഡക്റ്റ് പാക്കേജ് ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് രണ്ടിനും എനിക്ക് തോന്നുന്നു ഓരോന്നിനും എത്രയായിരുന്നു 1 or 2 ട്രയൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ട്രയൽ ഓർഡേഴ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഈ 2 എണ്ണത്തിൽ ഞാൻ സെലക്ട് ചെയ്തത് സെയിം ഫ്രീ ഗിഫ്റ്റ് തന്നെയാണ്. 2 ഓർഡറിലും ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതൊരു സെറമൈഡ് ആൻഡ് പ്രോബയോട്ടിക്സ് വീഗൻ ആൻഡ് മ്യൂസിൻസ് ഏതോ ഒരു കമ്പനിയാണ്, ബ്രില്ലിയർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് 2 സാധനങ്ങൾ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് അയക്കുന്നതാണ്. ഇത് സൂമിനാകുന്നുണ്ടോ ഇല്ല, അങ്ങനെ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഹൈഡ്രോജൽ മോയ്സ്ചറൈസർ 20 gram എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത്ര നോട്ടാപ്പീക്ക് സാധനമാണ്. സോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത്രയും സാധനങ്ങളെ എനിക്ക് ട്രയൽ പോയിന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സാധനം എനിക്ക് വാങ്ങുന്നുണ്ടായി, പക്ഷേ ട്രയൽ പോയിന്റ്സ് തരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കുഞ്ഞ് സാധനം ആയതുകൊണ്ട് നമുക്ക് എന്തോ ഇതിൻ്റെ ഒപ്പം ഈ ഓർഡറിൻ്റെ പാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ 29 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊടുത്ത് വാങ്ങിയിട്ടാണ് ബ്രില്ലിയറിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലിക്വിഡ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന ഈ സംഭവം. കിട്ടിക്കാലേ. അപ്പോൾ ടോട്ടൽ 2, 4, 6, 8, 10, 12, 14, 15 ഐറ്റമാണ് എനിക്ക് കിട്ടിയത്. 15 ഐറ്റത്തിനും കൂടെ എനിക്ക് ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം 300, 500, 600 സംതിങ് വരുമായിരിക്കും. എന്തായാലും 600ൻ്റെ അടുത്തെങ്കിലും വരുമായിരിക്കും ഓഫറൊക്കെ കഴിച്ച്. കാരണം 200 സംതിങ് പ്ലസ് 300 സംതിങ് എന്തായാലും അത്രയാവും. ടോട്ടൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഈ 2 ഓർഡറായിട്ട് കിട്ടിയത്. ലാപ്ടോപ്പ് എൻ്റെ കിട്ടിയതല്ല, നോക്കണ്ട. അത്രയും സാധനങ്ങളാണ് കൂടുതൽ. ടോട്ടൽ 15 ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും സ്മിറ്റനിൽ ട്രയൽ പ്രൊഡക്ട്സ് ഉണ്ട്, ഫുൾ സൈസ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫുൾ സൈസ് പ്രൊഡക്ട്സ് വാങ്ങാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്മിറ്റൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സ്മിറ്റനിൽ ഫുൾ സൈസ് പ്രൊഡക്ട്സിന് നേരത്തെ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ല. ഇത്തവണ ഞാൻ ഫുൾ സൈസ് പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ മേ ബി കുറഞ്ഞ് കാണാം. അപ്പോൾ എപ്പോഴും പ്രൈസ് കമ്പയർ ചെയ്തിട്ട് വാങ്ങാൻ ശ്രമിക്കുക. പണ്ടൊക്കെ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടെന്ന്, അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു മറ്റ് വെബ്സൈറ്റ്സും സ്മിറ്റനും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ട്രയൽ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അല്ലാതെ ബാക്കി പ്രൊഡക്ട്സും സെയിം പ്രൈസ് കൊടുക്കാൻ മുതലാവില്ലായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വാങ്ങുന്നവർ ശ്രദ്ധിച്ചു വന്നു. ഇത് സ്മിറ്റനിൽ നിന്ന് മാത്രം വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഇത് കൂടാതെ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഡിയോഡാപ്പ് തുടങ്ങി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ആ സംഭവങ്ങളുടെയൊക്കെ വീഡിയോസ് അടുത്ത പാർട്ടായിട്ട് നേടുന്നതാണ്. കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ ഇന്നും തീരില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.